ഇപ്പോൾ നമ്മുടെ ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താ പരിപാടി? ഓണമൊക്കെ ആഘോഷിച്ചുകൊണ്ട് ഇരിക്കാം, നല്ല കാര്യമാണ്, ആഘോഷിക്കണം, വേണ്ടെന്നല്ല. എങ്കിലും നമുക്ക് ഒരുപാട് ദിവസമൊന്നും അതിന് വേണ്ടിയിട്ട് കളയാനില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, അവധിയൊന്നും ഞാൻ എടുക്കുന്നില്ല. നേരെ നമ്മൾ എന്ത് ചെയ്യാണ്, അടുത്ത ചാപ്റ്റർ ഫിസിക്സിൻ്റെ 4ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 3ാമത്തെ ചാപ്റ്ററിൻ്റെ പകുതി വരെ നിങ്ങൾക്ക് പരീക്ഷയ്ക്കുണ്ടായിരുന്നുള്ളൂ. ബാക്കി ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫുൾ ചാപ്റ്ററും അതിൻ്റെ ലേറ്റസ്റ്റ് അസസ്സും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്ലേലിസ്റ്റ് കിട്ടാനായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലേക്ക് പോവുക, നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് കിട്ടും, അവിടെ നിന്ന് എന്ത് ചെയ്യാം, കാണാം. അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ പലരും പറഞ്ഞിരുന്നു സ്ക്രീനൊക്കെ മാറ്റണം സാറേ, ഐപാഡ് വാങ്ങണം, ഐപാഡ് വാങ്ങിച്ച് എഴുതി കഴിഞ്ഞാൽ കുറച്ചുകൂടി ക്ലിയർ ആയിരിക്കും എന്നൊക്കെ. അപ്പോൾ ഐപാഡ് ഒന്നും വാങ്ങാനുള്ള ഗതിയില്ലാത്തത് കൊണ്ട് തൽക്കാലം നമ്മൾ ഈ ഒരു വട്ടത്തിനകത്ത് തന്നെ വീണ്ടും എത്തിയിരിക്കുകയാണ്. നിങ്ങൾ ക്ലാസ്സൊക്കെ കണ്ട് ലൈക്കൊക്കെ ചെയ്ത് ഷെയറൊക്കെ ചെയ്ത് കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഹിറ്റാക്കി കഴിയുമ്പോൾ അടുത്ത പരീക്ഷ ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും ഏതാണ്ട് ചാനലിൽ നിന്നും കുറച്ച് വരുമാനമൊക്കെ കിട്ടിയിട്ട് ഐപാഡൊക്കെ വാങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്താലേ പറ്റത്തുള്ളൂ ഐപാഡ് വാങ്ങാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. 4ാമത്തെ ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ പേരാണ് മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. മനസ്സിലാക്കി പഠിച്ചാൽ ഇത്രയധികം ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററല്ല. മനസ്സിലാക്കിയില്ലെങ്കിൽ എത്ര കാണാതെ പഠിച്ചാലും ഈ ചാപ്റ്ററിൽ നിന്നൊന്നും മനസ്സിലാവാൻ പോകുന്നുമില്ല. അതാണ് ഈ ഒരു മനോഹരമായ ചാപ്റ്ററിൻ്റെ പ്രത്യേകത. അപ്പോൾ ആസ് യൂഷ്വൽ നമ്മൾ മറ്റ് ചാപ്റ്റേഴ്സിൽ ചെയ്ത പോലെ ആദ്യം എന്ത് ചെയ്യും, ഞാൻ നമുക്ക് ഇന്ന് പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഈ PPT വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അതിന് ശേഷം എന്ത് ചെയ്യും, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പോയിന്റിലോട്ട് പോകും. അങ്ങനെ പോകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ അതിലെ ചോദ്യങ്ങളൊക്കെ പറയാതിരിക്കത്തൊന്നുമില്ല. പക്ഷേ ആദ്യം ഈ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം, ഞാനൊന്ന് വിശദീകരിച്ച് തരാം. അപ്പോൾ നോക്കണം, മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്നാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആരെ പറ്റിയിട്ടായിരിക്കും പഠിക്കാനുള്ളത്, ഒരു മാഗ്നറ്റിനെ പറ്റി പഠിക്കണം. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് വിശദീകരിച്ച് പറയേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഇന്ന് കുറച്ച് കോൺസെപ്റ്റുകളൊക്കെ പഠിക്കണം. ഫസ്റ്റ്, എന്താണൊരു കാന്തം? നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ അനിയനോ അനിയത്തിയോ എന്ന് ചോദിക്കുകയാണ്, ചേട്ടാ അല്ലെങ്കിൽ ചേച്ചി എന്തുവാണ് ഒരു കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കും? സോ ബേസിക്കലി ഒരു വസ്തുവിനെ നമ്മളെന്ന് പറയുന്ന ആൾക്കാർ, അല്ലെ നിങ്ങളെന്ന് പറയുന്ന കുട്ടികൾ എങ്ങനെയാണ് ഒരു കാന്തം എന്നൊരു സാധനം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്? ഇരുമ്പ് പോലെയുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യുന്ന, എന്നാൽ ഇതേ സാധനത്തിൻ്റെ 2 പീസുകൾ തമ്മിൽ ചേർക്കുമ്പോൾ ചിലപ്പോൾ അത് അട്രാക്റ്റ് ആവും, ചിലപ്പോൾ എന്ത് ചുറ്റും അത് റിപ്പൽ ചെയ്ത് ദൂരേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ളൊരു വസ്തുവാണ് കാന്തം. നമുക്ക് കാന്തത്തിന് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനേഷൻ അത് തന്നെയാണ്. ആൻ ഒബ്ജക്റ്റ് ദാറ്റ് അട്രാക്ട് പീസസ് ഓഫ് അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇരുമ്പ്, നിക്കൽ, കൊബാൾട്ട് പോലുള്ള വസ്തുക്കളെ അട്രാക്ട് ചെയ്യുന്നൊരു വസ്തുവാണ് കാന്തം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അട്രാക്ട് ചെയ്ത വസ്തുക്കളെല്ലാം കാന്തം എന്ന് പറയാൻ പറ്റും? ഇല്ല. ഒരു കാന്തത്തിന് 2 പോളുകളുണ്ട്. ഒരു നോർത്ത് പോളും കാണും, ഒരു സൗത്ത് പോളും കാണും. ഇവിടെ കാണുന്ന പോലെ ഒരു നോർത്ത് പോളും കാണും, ഒരു സൗത്ത് പോളും കാണും. ഇതിൽ ലൈക്ക് പോളുകൾ പരസ്പരം എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. എന്ന് വെച്ചാൽ നോർത്ത് പോളും പരസ്പരം കണ്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ അകന്നു പോകും. എന്നാൽ അൺലൈക്ക് പോൾസസ് എന്ത് ചെയ്യും, അട്രാക്ട് ചെയ്യും. നോർത്തും സൗത്തും പരസ്പരം എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയുള്ളൊരു വസ്തുവാണ് ഒരു കാന്തം എന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു കാന്തത്തിനെ നമ്മൾ ഇതുപോലെ ഫ്രീ ആയിട്ട് ഇങ്ങനെ ഒരു കമ്പിയിൽ കുത്തി നിർത്തിയാൽ, ഫ്രീ ആയിട്ട് ഇങ്ങനെ സസ്പെൻഡ് നിർത്തി കഴിഞ്ഞാൽ ഇതെപ്പോഴും പോയിന്റ് ചെയ്യുന്നത് നമ്മുടെ ഭൂമിയുടെ നോർത്ത് സൈഡിലോട്ടായിരിക്കും. അതിനെയാണ് നമ്മൾ വേറൊരു പേര് പറഞ്ഞ് വിളിക്കും, എന്തുവാണ്, കോമ്പസ് എന്ന് പറഞ്ഞ് വിളിക്കും. നിങ്ങൾ വടക്ക് നോക്കി യന്ത്രം എന്നൊക്കെ മലയാളത്തിൽ പറയുന്ന കോമ്പസ് സത്യത്തിൽ എന്ത് തന്നെയാണ്, ഒരു കാന്തമാണ്. ഒരു കാന്തത്തിന് ഈ ഒരു പേന ഒരു കാന്തമാണെന്ന് നിങ്ങൾ വിചാരിക്കുക. അതിനെ ഞാനൊരു പോയിന്റിൽ ഇങ്ങനെ പിടിച്ച് നിർത്തുന്നു, അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാനും വിടുകയാണെങ്കിൽ, ഇതൊരു മാഗ്നറ്റ് ആണെങ്കിൽ ഇത് എപ്പോഴും അലൈൻ ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. ആ പ്രോപ്പർട്ടി തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, മാഗ്നറ്റിക് കോമ്പസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ടൊന്നും പോകണ്ടെങ്കിലും ഒരു കാന്തം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കാന്തം എന്ന് പറഞ്ഞാൽ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിന് 2 പോളുണ്ട്, നോർത്ത് പോളും സൗത്ത് പോളും. സെയിം പോളുകൾ തമ്മിൽ റിപ്പൽ ചെയ്യും, ഓപ്പോസിറ്റ് പോൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും. അങ്ങനെയുള്ള ഒരു കാന്തത്തിന് ചുറ്റും എന്തുണ്ട്, ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. എന്താണ് അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, മാഗ്നറ്റിക് ഫീൽഡ് ഈസ് എ സ്പേസ് സറൗണ്ടിങ് എ മാഗ്നറ്റ്. ഒരു കാന്തത്തിന് ചുറ്റും കാണുന്ന സ്ഥലം, ഇൻ വിച്ച് അതർ മാഗ്നറ്റ് ഓർ മാഗ്നറ്റിക് മെറ്റീരിയൽസ് ഫീൽസ് എ ഫോഴ്സ്. അപ്പോൾ ഒരു കാന്തം ഇങ്ങനെ ഉണ്ടെന്ന് വിചാരിക്കുക, ഒരു മാഗ്നറ്റ് അത് ഇങ്ങനെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക. അതിന് ചുറ്റും ഒരു പ്രത്യേക ഏരിയ ഉണ്ടാവും. ആ ഏരിയയിൽ നമുക്ക് ഈ കാന്തത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യും. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് ദിശയുമുണ്ട്, അതിന് മാഗ്നിറ്റ്യൂഡും ഉണ്ട്. സോ അതൊരു വെക്റ്റർ ക്വാണ്ടിറ്റി എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഞാൻ പറയുന്നത് ഈ ചാപ്റ്ററിൽ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കത് ആവശ്യമുള്ളത് കൊണ്ടാണ്. അങ്ങനെയുള്ള ഒരു കാന്തത്തിൻ്റെ ഫീൽഡ്, മാഗ്നറ്റിക് ഫീൽഡ്, അതിനൊരു ദിശയുണ്ട്, അതിനൊരു ഡയറക്ഷനുണ്ട്. നിങ്ങൾ
സ്ഫടികം സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, മോഹൻലാലിൻ്റെ പഴയ സ്ഫടികം, അതിൽ പയ്യനൊരു എക്സ്പെരിമെൻറ്റ് കാണിക്കും. ഒരു കാന്തം ഇങ്ങനെ വെച്ചിട്ട്, ഒരു പേപ്പർ വെച്ചിട്ട് അതിൽ നിറച്ച് ഇങ്ങനെ ഇരുമ്പ് തരികൾ ഇട്ടിട്ട് നമ്മളൊരു കാന്തം വെച്ചാൽ ആ ഇരുമ്പ് തരികൾ ഒരു പ്രത്യേക ദിശയിൽ ഈ കാന്തത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ അലൈൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പറയുന്ന ഈ ലൈൻസ് ഉണ്ടല്ലോ, ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ചുമ്മാ അങ്ങനെ ഉണ്ടാവുന്നതല്ല, അതിനൊരു ദിശയുണ്ട്, അതിനൊരു തുടക്കമുണ്ട്, അതിനൊരു അവസാനവും ഉണ്ട്. ഒരു പ്രത്യേക ഓർഡറിലായിരിക്കും ഇത്. അതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. സോ എങ്ങനെ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ മറ്റൊരു മാഗ്നറ്റിനെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. അതായത് ഞാൻ ഇവിടെയായിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസിനെ കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾക്കറിയാലോ, ഒരു മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? നോർത്തിലോട്ടായിരിക്കും. എന്നാൽ ഞാൻ അതിനെ ഈ ഒരു കാന്തത്തിനടുത്ത് കൊണ്ട് വയ്ക്കുമ്പോൾ നിങ്ങൾക്കറിയാലോ, ഇതൊരു വലിയ കാന്തമാണ്, കോമ്പസിനകത്തുള്ളൊരു ചെറിയ കാന്തവുമാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, സെയിം പോളുകൾ എപ്പോഴും റിപ്പൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നോർത്ത് പോള് ഈ കോമ്പസിനകത്തുള്ള നോർത്ത് പോൾ, കോമ്പസിനല്ലേ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ, അത് മാക്സിമം ഈ പറയുന്ന കാന്തത്തിൽ നിന്ന് അകന്ന് നിൽക്കാനേ നോക്കത്തുള്ളൂ. ആണോ അല്ലേ? അപ്പോൾ ഇവിടെ കാന്തത്തിൻ്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ കാന്തിക മണ്ഡലത്തിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ കോമ്പസ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് ആ ഡയറക്ഷനിലോട്ടായിരിക്കും. എങ്ങോട്ടായിരിക്കും? ഈ കോമ്പസ് എങ്ങോട്ടാണോ പോയിന്റ് ചെയ്യുന്നത് അങ്ങോട്ടായിരിക്കും. ഇനി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ഈ കോമ്പസിനെ വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പസ് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യും. ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇങ്ങോട്ട്. അങ്ങനെ നമ്മൾ നോക്കിയാൽ നോർത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കറങ്ങി സൗത്തിലേക്ക് വരുന്ന രീതിയിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഞാനിപ്പോൾ ഒരു വര വരച്ചപ്പോൾ നിങ്ങൾക്കതൊരു വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് ഈസി ആയില്ലേ? ഇത്തരത്തിൽ കാന്തത്തിന് ചുറ്റും, മാഗ്നറ്റിന് ചുറ്റും ഉള്ള ഫീൽഡിനെ നമ്മൾ ലൈനുകൾ ഉപയോഗിച്ച് റെപ്രസെൻ്റ് ചെയ്യും. ആ ലൈനിനെ വിളിക്കുന്ന പേരാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. ദീസ് ആർ ഇമാജിനറി ലൈൻസ്. അങ്ങനെ ആക്ച്വലി ലൈൻ ഉണ്ടോ? നിങ്ങൾ ഏതെങ്കിലും കാന്തം കണ്ടപ്പോൾ അതിൻ്റെ ചുറ്റും വല്ല ലൈനും പോകുന്ന കണ്ടോ? ഇല്ല. പക്ഷേ നമുക്കത് പഠിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ആണ്. എലോങ് വിച്ച് എ ഫ്രീ നോർത്ത് പോൾ മൂവ്സ്. കണ്ടോ? ഒരു ഫ്രീ നോർത്ത് പോൾ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇതുപോലെ ഒരു കോമ്പസിനെ കൊണ്ടുവയ്ക്കുമ്പോൾ അതിൻ്റെ നോർത്ത് പോൾ എങ്ങോട്ടാണോ കാണിക്കുന്നത് ആ കാണിക്കുന്ന ദിശയിൽ ചേർത്ത് നമ്മൾ ലൈൻ വരച്ചാൽ കിട്ടുന്നതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് പറയുന്നത്. ഒരു മാഗ്നറ്റിക് കോമ്പസ് വെച്ചിട്ട് ഇത് വരയ്ക്കാൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വരച്ച് കാണിക്കാൻ പറ്റും. കണ്ടോ? ഇവിടുന്ന് തുടങ്ങുന്നു, അതെന്ത് ചെയ്യുന്നു? കറങ്ങി തിരിച്ചെന്ത് ചെയ്യുന്നു? നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് തന്നെ ഇത് കാണാൻ പറ്റും. കറങ്ങി ഇങ്ങോട്ട് വരുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഒരു കാന്തത്തിന് ചുറ്റുമായിട്ട് നോർത്ത് പോളിൽ നിന്ന് ആരംഭിക്കുകയും സൗത്ത് പോളിൽ അവസാനിക്കുകയും ചെയ്യുന്ന ഇത്തരം കണ്ടിന്യൂസ് ലൈനുകളുണ്ടല്ലോ, ഈ ലൈനുകളെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. എന്ത് വിളിക്കുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻ എന്ന് വിളിക്കുന്നത്. ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, ഒന്ന്, ആരംഭിക്കുന്നത് നോർത്തിൽ നിന്നാണെങ്കിൽ അവസാനിക്കുന്നത് സൗത്തിലായിരിക്കും. അപ്പോൾ ഒരു കാന്തത്തിന് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ടും, കാന്തത്തിനകത്താണെങ്കിലോ സൗത്തിൽ നിന്ന് നോർത്തിലോട്ട്. കാണുന്നുണ്ടോ നിങ്ങൾ? കാന്തത്തിന് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്, കാന്തത്തിനകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ് എന്ത് മൂവ് ചെയ്യുന്നത്? ഈ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് മൂവ് ചെയ്യുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഒരു കാന്തത്തിന് പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് എവിടെ നിന്ന് എങ്ങോട്ടാണ്? നോർത്തിൽ നിന്ന് സൗത്തിലോട്ടാണ്. കാന്തത്തിനകത്ത് സൗത്തിൽ നിന്ന് നോർത്തിലോട്ടാണ്. ഇതെപ്പോഴും ക്ലോസ്ഡ് കർവുകൾ ഫോം ചെയ്യും. ഇങ്ങനെ ക്ലോസ്ഡ് കർവ്സ് ആണ് എന്ത് ചെയ്യുന്നത്? എപ്പോഴും ഫോം ചെയ്യുന്നത്. രണ്ട് ഫീൽഡ് ലൈൻസ് ഒരിക്കലും പരസ്പരം എന്ത് ചെയ്യത്തില്ല? മീറ്റ് ചെയ്യത്തില്ല. അതായത് ഇപ്പോൾ ഇവിടുന്ന് തുടങ്ങിയാൽ കറങ്ങി ഇങ്ങനെ വരും. ഒരിക്കലും ഇതിനിടയിൽ വെച്ചിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്യുന്ന പരിപാടി മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാണിക്കത്തില്ല. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണെങ്കിൽ അത് എന്തിനെ കാണിക്കുന്നു? അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് സ്ട്രോങ് ആണ് എന്നതിനെ കാണിക്കുന്നു. ഇതൊക്കെ പിന്നീട് ചോദ്യങ്ങളായി നിങ്ങൾക്ക് വരാം. അതിനാണ് പറയുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് അടുത്തടുത്താണെങ്കിൽ അവിടെ സ്ട്രോങ് ഫീൽഡ് എന്നും, ദൂരെയാണെങ്കിൽ അവിടെ വീക്ക് ഫീൽഡ് ആണെന്നും ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണല്ലോ. അപ്പോൾ എന്താണ് ഒരു കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? കാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് പോലെയുള്ള വസ്തുക്കൾ അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ്. അതിന് രണ്ട് പോളുണ്ട്, നോർത്ത് പോൾ, സൗത്ത് പോൾ. അത് എന്ത് ചെയ്യും? നമ്മൾ ഒരു കോമ്പസിൻ്റെ വർക്കിംഗ് ഒക്കെ അറിയാലോ. നമ്മളതിനെ ഫ്രീ ആയിട്ട് ഒരു പോയിന്റിൽ ഇങ്ങനെ പിവേർട്ട് ചെയ്ത് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്ത് നിർത്തിയാൽ അതെപ്പോഴും ഭൂമിയുടെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഇങ്ങനെ അലൈൻ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ മാഗ്നറ്റ് വെച്ചിട്ട് എന്തുണ്ടാക്കിയത്? കോമ്പസ് നിർമ്മിച്ചത്. അങ്ങനെയുള്ളൊരു കോമ്പസ് നമ്മളെടുത്തൊരു കാന്തത്തിൻ്റെ അടുത്ത് വെച്ചാൽ, കാന്തത്തിന് അടുത്ത് വയ്ക്കുമ്പോൾ അതൊരു പ്രത്യേക ദിശയിൽ പോയിന്റ് ചെയ്യും. ആ പോയിന്റ് ചെയ്യുന്ന ദിശയാണ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ. അപ്പോൾ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ്? ഒരു കാന്തത്തിന് ചുറ്റും കാന്തിക മണ്ഡലം എന്ന് പറയുന്നത് അതിൻ്റെ ഇൻഫ്ലുവൻസ് ഫീൽ ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടാവും. നിങ്ങൾ തന്നെ ഒരു കാന്തം എടുത്തു,
മറ്റൊരു കാന്തത്തിനെ കൊണ്ടുവന്ന് ഒരു പ്രത്യേക ദൂരം എത്തി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ ആ ഒരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത് അല്ലേ. അതിന് മുമ്പ് അത് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആ ഒരു നിശ്ചിത ഏരിയക്കകത്തേതുള്ളൂ, ആ ഏരിയയാണ് എന്ത്, മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ദിശ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഒരു കോമ്പസ് എടുത്ത് വെച്ചാൽ മതി, അത് ദിശ കാണിച്ചു തരും. ആ ദിശയാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതെപ്പോഴും നോർത്തിൽ നിന്ന് തുടങ്ങി സൗത്തിൽ അവസാനിക്കും, കാന്തത്തിന് പുറത്ത്. അകത്താണെങ്കിൽ സൗത്തിൽ നിന്ന് നോർത്തിലോട്ടായിരിക്കും, ക്ലോസ്ഡ് കർവുകളായിരിക്കും. അതെപ്പോഴും അടുത്തടുത്തുണ്ടെങ്കിൽ അത് സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡിനെയും ദൂരെയാണെങ്കിൽ അത് വീക്ക് ഫീൽഡിനെയും കാണിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത്രയും പോയിന്റുകൾ നമുക്കൊന്ന് നോക്കാം. ഇതാ ഇവിടെ രണ്ട് കുട്ടിയിൽ ഒരു കുട്ടി അച്ഛനും ഇരിക്കുകയാണ്. നിങ്ങൾ ഈ MRI സ്കാനിങ് എടുക്കാനായിട്ട് എപ്പോഴെങ്കിലും പോകേണ്ട അവസ്ഥ ഒരിക്കലും ഉണ്ടാവരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. എങ്കിലും നിങ്ങൾ ആശുപത്രിയിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡാണ്. അതിനകത്ത് ഇരുമ്പ് അല്ലെങ്കിൽ മെറ്റൽ ഒബ്ജക്റ്റുകൾ കൊണ്ടൊന്നും കയറാൻ പാടില്ലെന്നും. കാരണം ഇതിനകത്ത് മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് എന്നാണ് MRIയുടെ ഫുൾ ഫോം എന്നുള്ളത് നിങ്ങൾ എവിടെയോ പഠിച്ചിട്ടുണ്ട്. എവിടെ പഠിച്ചിട്ടുണ്ട്? 1ാമത്തെ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ MRI ഇങ്ങനെ പല നമ്മുടെ നിത്യ ജീവിതത്തിലും കാന്തത്തിൻ്റെ ആവശ്യമുണ്ട്. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് വെച്ചാൽ കാന്തത്തിൻ്റെ ഇമ്പോർട്ടൻസ് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ്. ഒരു കാന്തത്തിനടുത്തോട്ട് നിങ്ങളൊരു തടി കഷ്ണം കൊണ്ടുവന്നാൽ ഇത് ഒരിക്കലും അട്രാക്റ്റ് ചെയ്യില്ല. എന്നാൽ മറ്റൊരു കാന്തം കൊണ്ടുവന്നാൽ അത് റിപ്പൽ ചെയ്യുന്നതായിട്ടോ അട്രാക്റ്റ് ചെയ്യുന്നതായിട്ടോ നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കഷ്ണം ഇരുമ്പ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതും എന്ത് ചെയ്യും? റിപ്പൽ ചെയ്യും, അല്ലെങ്കിൽ ഇരുമ്പാകുമ്പോൾ റിപ്പലില്ല, അട്രാക്ഷൻ മാത്രം ഉണ്ടാവും. സോ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, നമ്മൾ ഒരു വുഡ് കൊണ്ടുവന്നാൽ അത് ഡിഫ്ലക്റ്റ് ചെയ്യുമോ ഇല്ലെന്ന് ചോദിച്ചാൽ ഡിഫ്ലക്റ്റ് ചെയ്യത്തില്ല. എന്നാൽ മറ്റൊരു കാന്തം കൊണ്ടുവന്നാൽ നമുക്കത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം കാന്തം എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു കാന്തത്തെയോ അല്ലെങ്കിൽ ഇരുമ്പിനെയോ അട്രാക്റ്റ് ചെയ്യുന്ന വസ്തുവാണ്. അതിന് 2 പോളുണ്ട്. നമ്മളതിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. സെറ്റല്ലേ? അടുത്ത് നോക്കിയേ, മറ്റൊരു കാന്തം നമ്മൾ ഈ ഒരു കാന്തത്തിനടുത്തേക്ക് കൊണ്ടുവന്നാൽ അതെന്ത് ചെയ്യും? ഉറപ്പായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്യും. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിൻ്റെ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലക്സ് ലൈൻസ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നൊക്കെ ഉള്ളത് നമ്മൾ പഠിച്ചു. ഒരു മാഗ്നറ്റിക് കോമ്പസ് ഉപയോഗിച്ച് അത് വരയ്ക്കാനാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരവ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അറിയാം. അങ്ങനെ ഒരു കാന്തത്തിന് ചുറ്റുമുള്ള കാന്തിക മണ്ഡലത്തെ ഇത്തരം ലൈനുകൾ ഉപയോഗിച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ്. അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്നുള്ള ചോദ്യങ്ങളുടെ ഒക്കെ ഉത്തരം നിങ്ങളിപ്പോൾ തന്നെ പഠിച്ച് കഴിഞ്ഞു. ഇനി നമ്മുടെ ചോദ്യം ഇതല്ല. അങ്ങനെ ഒരു കാന്തിക മണ്ഡലം നമുക്ക് കറണ്ട് ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. കാരണം നമ്മുടെ ജീവിതത്തിൽ പല ഉപകരണങ്ങളിലും ഈ പറയുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആവശ്യമാണ്. പക്ഷെ ഒരു പെർമനൻറ്റ് മാഗ്നറ്റിനെ നമുക്കവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം പെർമനൻറ്റ് മാഗ്നറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ല് നമുക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന, കുഴിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന നിയോഡിയം മാഗ്നറ്റ് പോലെയുള്ള കെമിക്കലി നിർമ്മിച്ച മാഗ്നറ്റ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ കല്ലുണ്ട് മാഗ്നറ്റ് ഉണ്ടല്ലോ. ഇരുമ്പിൻ്റെ പല ശീതകൾക്കും എന്തുണ്ട്? മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, നമുക്കത് ഇമ്പോർട്ടൻ്റ് അല്ല. എന്നാൽ നമുക്ക് ആവശ്യത്തിന് കാന്തിക ഫീൽഡ് ഉൽപ്പാദിപ്പിക്കുകയും ഇല്ലാത്തപ്പോൾ നിർത്താനും പറ്റും. അങ്ങനെയുള്ള കാന്തങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഇലക്ട്രോ മാഗ്നറ്റ് എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തിയതെന്നുള്ള കാര്യത്തിലോട്ടാണ് പോകുന്നത്. പണ്ട് ഒരുപാട് പണ്ട് ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ്. ഈ ഹാൻസ് ക്രിസ്റ്റ്യൻ ഓസ്റ്റഡ് ഒരു ദിവസം ഒരു എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ, ഈ കാണുന്ന ഒരു കണ്ടക്ടറിനെ ഒരു ബാറ്ററി കൊടുത്ത് ഒരു സ്വിച്ചിനടുത്ത് വെച്ചേക്കായിരുന്നു. അതിന് തൊട്ടടുത്തായിട്ട് ഒരു മാഗ്നറ്റിക് കോമ്പസും വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാം, ഒരു മാഗ്നറ്റിക് കോമ്പസ് എപ്പോഴും നോർത്തിലോട്ടാണ് പോയിന്റ് ചെയ്യുന്നത്. അങ്ങനെ അങ്ങ് ഇരിക്കുകയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം കണ്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ ഇതുവഴി കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ മാഗ്നറ്റിക് കോമ്പസ് ഇങ്ങനെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് അദ്ദേഹം കണ്ടു. അതിൻ്റെ ദിശ ചേഞ്ച് ചെയ്യുന്നു, അത് കറങ്ങുന്നു. സ്വിച്ച് ഓഫ് ചെയ്തപ്പോഴത്തേക്കും അത് വീണ്ടും പഴയപടി എന്ത് ചെയ്തു? നോർത്ത് പോളിലോട്ടായി. അടുത്ത് കറണ്ടിൻ്റെ ദിശ തിരിച്ചു. അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള കറണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ടാക്കിയപ്പോൾ നേരത്തെ ഡിഫ്ലക്റ്റ് ചെയ്തതിൻ്റെ എതിർ ദിശയിൽ കാന്തം ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, എന്തുകൊണ്ടാണ് ഒരു കാന്തം ഡിഫ്ലക്റ്റ് ആവുന്നത്? ഒരു കാന്തം ഡിഫ്ലക്റ്റ് ആവുക എന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തു. 2 കാരണങ്ങളുണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒന്ന്, ഏതെങ്കിലും ഒരു വസ്തുവിനെ അത് അട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും, അല്ലെങ്കിൽ റിപ്പൽ ചെയ്ത് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യും. ഇവിടെ ഇരിക്കുന്ന വയർ എന്ന് പറയുന്നത് ഇരുമ്പാണ്. ആ ഇരുമ്പിനെ അട്രാക്റ്റ് ചെയ്തിട്ടാണോ ഇത് ഡിഫ്ലക്റ്റ് ആയെന്ന് ചോദിച്ചാൽ അല്ല, എങ്കിൽ അത് ആദ്യമേ ചെയ്യണമായിരുന്നു. പക്ഷെ കറണ്ട് പോയപ്പോഴാണ് എന്ത് ചെയ്തത്? ഇത് ഡിഫ്ലക്റ്റ് ആയത്. അപ്പോൾ കറണ്ട് പോയപ്പോൾ ഇവിടെ എന്തുണ്ടായിട്ടുണ്ട്? ഒരു കാന്തത്തിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുകയോ ഡിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുകയോ ചെയ്യണമെങ്കിൽ ഇവിടെ എന്തുണ്ടാകണം? ഇവിടെയും ഒരു കാന്തിക മണ്ഡലം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. അങ്ങനെ അദ്ദേഹത്തിന് മനസ്സിലായി, ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡ് കറണ്ട് വരുമ്പോൾ മാത്രമേ വരുന്നുള്ളൂ, കറണ്ട് പോകുമ്പോൾ അത് പോവുകയും ചെയ്യുന്നുണ്ട്. ഈ പ്രോപ്പർട്ടിയെ അദ്ദേഹം വിളിച്ച പേരാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഇതാണ് നമ്മുടെ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സോ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ്
എറൗണ്ട് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ടാകുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ദിസ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ എ മാഗ്നറ്റിക് നീഡിൽ. ഇതിന് തൊട്ടടുത്തിരിക്കുന്ന ഒരു മാഗ്നറ്റിക് നീഡിൽ അല്ലെങ്കിൽ കോമ്പസിൽ ഫോഴ്സ് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഡിഫ്ലക്റ്റ് ചെയ്തത്. ഇതിനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. എന്ത് പറയുന്നത്? മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി കാരണം ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ ഫീൽഡിന് കുറേ പ്രത്യേകതകളും ഉണ്ട്. അതിനെപ്പറ്റിയാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എക്സ്പെരിമെൻ്റ് നോക്കാൻ പോവുകയാണ്. എക്സ്പെരിമെൻ്റ് ഇത്രയേ ഉള്ളൂ. ഇത് ഇവിടെ നിങ്ങൾ കാണുന്നതാണ് ഒരു കോമ്പസ്. ഇത് ആദ്യം ഞാൻ ടെക്സ്റ്റ് ബുക്കിൽ പടം കാണിച്ചു തരാം, അപ്പോൾ കുറച്ചുകൂടി ഐഡിയ കിട്ടും. ഇതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോയിന്റുകൾ. ഓക്കെ, ഇപ്പോൾ എന്താ? ബെൽ സ്വിച്ച് ഈസ് ഓഫ്. ബെൽ സ്വിച്ച് എന്ന് വെച്ചാൽ ഈ സാധനമാണ്. ഇത് ഓഫ് ആയിരിക്കുമ്പോൾ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്യും? ഡിഫ്ലക്റ്റ് ഒന്നും ചെയ്യത്തില്ല. ബെൽ സ്വിച്ച് ടേൺ ഓൺ ചെയ്തപ്പോൾ ഇത് ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. വൈ ഡിഡ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഡിഫ്ലക്റ്റ്? എന്തുകൊണ്ടായിരിക്കും? ബിക്കോസ് ദെയർ ഈസ് എ മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ്ഡ്. അതിനാണ് നമ്മൾ മാഗ്നറ്റിക് ഇഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതാണ് നമ്മുടെ എക്സ്പെരിമെൻറ്റ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല എന്നുള്ളത് എനിക്കറിയാം. ഇതിപ്പോൾ ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണ് എ ബി. അതിനൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തേക്കുക അല്ലെങ്കിൽ കറണ്ട് കൊടുത്തേക്കുകയാണ്. അതിൻ്റെ അടിയിലായിട്ടൊരു കോമ്പസ് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതാണ് ഞാൻ ഈ കാണിച്ചേക്കുന്നത്. ഇത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഈ താഴെ കാണുന്ന കൊണ്ടാണ് കോമ്പസ്. ഈ കുഞ്ഞു വയറുണ്ടല്ലോ, ഇതാണെന്ത്? കണ്ടക്ടർ എന്ന് പറയുന്നത്. സപ്പോസ് ഞാൻ ഈ താഴെ കാണുന്ന പോയിന്റിനെ എന്ത് വിളിച്ചു? എ എന്ന് വിളിച്ചു. മുകളിൽ കാണുന്ന പോയിന്റ് എന്ത് വിളിച്ചു? ബി എന്ന് വിളിച്ചു. ഇതാ ഇവിടെ കാണുന്ന ഇത് എ, ഇത് ബി. അതുപോലെ ഇത് ഞാൻ മുകളിൽ നിന്ന് നോക്കുകയാണ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യണം നോക്കുകയാണ്. അപ്പോൾ ഇത് എ, ഇത് ബി. താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നു കറണ്ട്. ദാ ഇവിടെയും താഴെ നിന്ന് മുകളിലോട്ട് പോകുന്നു. ഇങ്ങനെ ഇരുന്ന പടം ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ എന്താ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴാണോ കറണ്ട് പാസ് ചെയ്യുന്നത്, നോക്കടാ ഈ നീഡിലോട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കി. ഈ ചുവന്ന നീഡിൽ ആദ്യം ഇരുന്നത് എവിടെയാണെന്നറിയാവോ? അത് ഈ നോർത്ത് പോളിലായിരുന്നത്. കാരണം ഇതൊരു കോമ്പസ് ആണ്, എപ്പോഴും നോർത്തിന് പോൾ ചെയ്യും, നോർത്ത് പോളിലോട്ട് നിൽക്കും. എപ്പോഴാണോ കറണ്ട് പാസ് ചെയ്തത് അപ്പോൾ നമ്മൾ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മാഗ്നറ്റിക് നീഡിൽ അതിൻ്റെ ഇടതുവശത്തോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു. നോക്കട്ടെ, ഇതൊരു ക്ലോക്ക് ആണെന്ന് സങ്കല്പിക്കുക. ക്ലോക്ക് ഓടുന്നത് ഇങ്ങനെ വലത്തോട്ടല്ലേ, ഇങ്ങനെയല്ലേ ക്ലോക്ക് ഓടുന്നത്? പക്ഷേ ഇത് ഇടത്തോട്ടാണ്. അപ്പോൾ നമുക്കിതിനെ എന്ത് വിളിക്കാം? ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വിളിക്കാം. അപ്പോൾ നമ്മൾ ഒരു കോമ്പസിന് മുകളിലായിട്ട് ഒരു കണ്ടക്ടറിനെ വെച്ചിട്ട് കറണ്ട് പാസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? ഇത് ആൻറ്റി ക്ലോക്ക് വൈസിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്, അത് കാരണം ഇത് ഡിഫ്ലക്റ്റ് ചെയ്തു എന്നാണ്. എന്നാൽ നമ്മൾ എന്ത് ചെയ്തു? ഇതേ പരിപാടി തിരിച്ച് ചെയ്തു. അതായത് ഇതേ കോമ്പസ് വെച്ചിട്ട് ഈ ബിയിൽ നിന്ന് എയിലോട്ട് കറണ്ട് കൊടുത്തു, മുകളിൽ നിന്ന് താഴോട്ട്. അപ്പോഴും നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയേ, നോർത്ത് പോളിലായിരുന്നു കറണ്ട് ഇല്ലാത്തപ്പോൾ ഈ ലീഡിലിരുന്നത്. പക്ഷേ കറണ്ടിന് മുകളിൽ നിന്ന് താഴോട്ട് കൊടുത്തപ്പോൾ എന്ത് പറ്റി? അത് വലതുവശത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു. അത് നമുക്ക് എന്ത് പറയാം? ക്ലോക്ക് വൈസായിട്ട് ഡിഫ്ലക്റ്റ് ചെയ്തതായിട്ട് നമ്മൾ കണ്ടു. എന്തായിട്ട് കണ്ടു? ക്ലോക്ക് വൈസ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറണ്ടിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോയപ്പോഴും എ ടു ബി പോയപ്പോഴും ബി ടു എ പോയപ്പോഴും ഒരേ ഫീൽഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ കോമ്പസ് ഒരു ദിശയിലോട്ട് മാത്രമേ ഡിഫ്ലക്റ്റ് ചെയ്യുള്ളൂ. ഇവിടെ രണ്ട് ദിശയിലോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് മാഗ്നറ്റിക് ഫീൽഡും ഡിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. കണ്ടോ, ഇതാണ് എ, ഇതാണ് ബി. എയിൽ നിന്ന് ബിയിലോട്ട് പോയപ്പോൾ കോമ്പസ് താഴെയാണ് ഇരുന്നത്, അത് ഇടത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, അഥവാ ആൻറ്റി ക്ലോക്ക് വൈസ് ഡിഫ്ലക്റ്റ് ചെയ്തു. തിരിച്ച് ബിയിൽ നിന്ന് എയിലോട്ട് കറണ്ട് പോയപ്പോൾ കണ്ടോ നീഡിൽ വലത്തേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തു, അഥവാ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. ഇത് ചോദിക്കുക പരീക്ഷയ്ക്ക്, എങ്ങോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു എന്നുള്ളത് പരീക്ഷയ്ക്ക് ചോദിക്കുക. അതുകൊണ്ടാണ് ഇത് ഇത്ര വ്യക്തമായി ഞാൻ പറഞ്ഞത്. സ്വിച്ച് ടേൺ ഓൺ ചെയ്തപ്പോൾ നിങ്ങൾ എന്താണ് കണ്ടത്? ഇൻ വിച്ച് ഡയറക്ഷൻ ഡസ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് മൂവ്? ഏത് ഡയറക്ഷനോട്ടാ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്തു. ഇത് ഇടത്തേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടു. ആൻറ്റി ക്ലോക്ക് വൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടല്ലോ, ഇടത്തോട്ടുള്ളതാണ് ആൻറ്റി ക്ലോക്ക് വൈസ്, വലത്തോട്ടുള്ളതാണ് ക്ലോക്ക് വൈസ്. അപ്പോൾ ഇതിൻ്റെ കാരണം എന്താ? മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ആ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കറണ്ട് മാറുമ്പോൾ ചെയ്യും. റിവേഴ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഡയറക്ഷൻ ബി ടു എ ആക്കി. അപ്പോഴും നിങ്ങൾ എന്താ കണ്ടത്? നീഡിൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഡിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ കാണും. ഇതിൻ്റെ റീസണും നമുക്ക് എന്ത് പറഞ്ഞു? എന്താണ്? ബിക്കോസ് വെൻ ദ ഡയറക്ഷൻ ഓഫ് കറണ്ട് ചേഞ്ചസ്, ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഓൾസോ ചേഞ്ചസ്. അപ്പോൾ എന്താണ്? ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫീൽഡ് അവിടെ എന്ത് ചെയ്യുന്നു? ചേഞ്ച് ചെയ്യുന്നു, കറണ്ട് ചേഞ്ച് ചെയ്യുന്നതിന് അനുസരിച്ച്. ഇനി ഇതേ സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കടാ, which direction does the north pole of the magnet needle deflect when the current is from A to B? തൊട്ട് മുമ്പ് ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്. ഏതാണ്? ആൻറ്റി ക്ലോക്ക് വൈസ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ കറണ്ട് ഈസ് ഫ്രം ബി ടു എ? ഏതാണ്? ക്ലോക്ക് വൈസ്.
ഇനി റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ പ്ലേസിംഗ് ദ കണ്ടക്ടർ ബിലോ ദ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് വെച്ചാൽ ഇത്രയും നേരം നമ്മൾ ചെയ്തത് എന്തായിരുന്നു? ഇതാണ് കോമ്പസ്, ഇതിൻ്റെ മുകളിൽ ഇതായിരുന്നു എന്ത്? വയർ എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഇരുന്നത്. ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, തിരിച്ചു വെച്ച് നോക്കാൻ. അതായത് കോമ്പസിൻ്റെ അടിയിൽ ആരെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു? ഈ പറയുന്ന കണ്ടക്ടറിനെ കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു. കണ്ടോ എന്താ? കണ്ടക്ടർ ഈസ് ബിലോ ദ മാഗ്നറ്റിക് നീഡിൽ. മാഗ്നറ്റിക് നീഡിലിൻ്റെ അടിയിൽ വെച്ചാൽ ഇപ്പോൾ നടന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് എ ടു ബി കറണ്ട് പോയ സമയത്ത് അത് ക്ലോക്ക് വൈസിലും ബി ടു എ പോയപ്പോൾ അത് ആൻറ്റി ക്ലോക്ക് വൈസിലും മൂവ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതായത് ഇപ്പോൾ നടന്നതിൻ്റെ ഓപ്പോസിറ്റ്. എ ടു ബി പോയപ്പോൾ ഇപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ ഇത് അടി വരുമ്പോൾ എന്ത് പറ്റും? ക്ലോക്ക് വൈസ് ആവും. ഈ പറയുന്നത് ക്ലോക്ക് വൈസ് ആയിരുന്നെങ്കിൽ വയർ അടി പോകുമ്പോൾ എന്ത് പറ്റും? ആൻറ്റി ക്ലോക്ക് വൈസ് കാണും. നമ്മുടെ പരിമിതമായ സെറ്റപ്പിൽ ഈ എക്സ്പെരിമെൻ്റ് ഒന്നും ചെയ്ത് കാണിച്ചു തരാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഏതൊക്കെയോ ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിൽ നിന്നുള്ള എക്സ്പെരിമെൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ അടിച്ചു മാറ്റി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലായി. എന്ത് മനസ്സിലായി? മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഫോംഡ് അറൗണ്ട് എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ. ആഹാ, മാഗ്നറ്റിക് ഫീൽഡ് ഫോം ചെയ്യുന്നുണ്ട് ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് അകത്തായിട്ട്. കണ്ടോ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം. ബിലോ ആയിട്ട് നമ്മൾ വയ്ക്കുമ്പോഴത്തേക്കും നേരെ ഡയറക്ഷൻ തിരിയുന്നതായി നമുക്ക് കാണാനായിട്ട് മനസ്സിലായി. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന് എന്തോ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. എന്തുണ്ട്? എന്തോ ഒരു റൊട്ടേറ്റിംഗ് എഫക്റ്റ് ഉണ്ട്. ആലോചിച്ച് നോക്കിയേ. അതുകൊണ്ടല്ലേടാ ആദ്യത്തെ ഈ പറഞ്ഞ വയർ ഇടത്തോട്ട് മൂവ് ചെയ്തു, കറണ്ട് തിരിച്ചപ്പോൾ അത് വലത്തോട്ട് മൂവ് ചെയ്തു, അടിയിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും അത് വലത്തോട്ടും നേരത്തെ അതിൻ്റെ ഓപ്പോസിറ്റായി. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി, ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു കണ്ടക്ടറിൻ്റെ മുകളിൽ വെച്ചപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു, തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു, അടിയിൽ വെച്ചപ്പോൾ ഇങ്ങോട്ട് തിരിയുന്നു, തിരിച്ചു വെച്ചപ്പോൾ അങ്ങോട്ട് തിരിയുന്നു. സോ മൊത്തത്തിലൊരു കറക്കം നിങ്ങൾക്കവിടെ ഫീൽ ചെയ്യുന്നില്ലേ? ഉണ്ടല്ലോ. സത്യത്തിൽ ഇതാണ് സംഭവം. ഒരു കണ്ടക്ടർ, ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടറിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് അതിന് ചുറ്റും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് അതിന് സർക്കുലാർ ഷേപ്പിലായിരിക്കും. ഇതാ നോക്കിയേ, ഇവിടെ എ കാണുന്നുണ്ട്, ഇവിടെ ബി കാണുന്നുണ്ട്. എ ടു ബി കറണ്ട് പോകുമ്പോൾ ഡയറക്ഷൻ എത്രയെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഇത്രയൊന്നും കഷ്ടപ്പെടേണ്ട. ഒരു പേപ്പർ എടുക്കുക, നടുക്കൊരു ഹോൾ ഇട്ടിട്ട് എ ടു ബി ഇങ്ങനെ കണ്ടക്ടർ വെച്ച് കറണ്ട് കൊടുത്താൽ ഇതിൻ്റെ ചുറ്റും ഇരുമ്പ് തരികൾ ഇട്ടാൽ മതി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഇങ്ങനെ, ഇതിന് ചുറ്റുമായിട്ട് ഇതാ ഇങ്ങനെ കോൺസെൻട്രിക് സർക്കിളിൻ്റെ ഷേപ്പിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ലൈൻസ് അറേഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? മാഗ്നറ്റിക് കോമ്പസ് വയ്ക്കുമ്പോൾ കിട്ടുന്ന ദിശ നമ്മളെടുത്ത് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് കിട്ടും. ഇതാ ഇങ്ങനെയുള്ളൊരു മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടി. ആ മാഗ്നറ്റിക് ഫീൽഡാണ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതാ ഇതുപോലെ കണ്ടോ, എ ടു ബി നമ്മൾ ഒരു കണ്ടക്ടർ കറണ്ട് പാസ് ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നു. പക്ഷേ അതിൻ്റെ ദിശ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഒരു റൂളുണ്ട്. ആ റൂളിൻ്റെ പേരാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്ന് വെച്ചാൽ ആലോചിച്ചാൽ മതി, ഇത്രയേ ഉള്ളൂ. ഒരു കണ്ടക്ടർ നമ്മൾ കയ്യിലെടുക്കുക, എന്നിട്ട് അതിനെ നമ്മൾ വലത്തെ കൈ കൊണ്ട് പിടിക്കുക. നമ്മുടെ പെരുവിരൽ എന്ന് പറയുന്നത് എപ്പോഴും കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഡയറക്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇത് എ, ഇത് ബി ആണെങ്കിൽ ഇത് ഇങ്ങനെ എ ടു ബി ആണ് നമ്മുടെ കൈ പോയിന്റ് ചെയ്യേണ്ടത്. എങ്കിൽ നമ്മുടെ വിരലുകൾ ഇങ്ങനെ മടങ്ങുമല്ലോ. ഈ മടങ്ങുന്ന ദിശ ഇവിടെ നോക്ക്, മടങ്ങുന്ന ദിശ എങ്ങോട്ടാണ്? ഇങ്ങനെ വട്ടത്തിലാണ്, ഇതിന് ചുറ്റുമായിട്ടാണ്. ആ ദിശയിലായിരിക്കും അവിടെ മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഇനി തിരിച്ച് കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടാണെങ്കിൽ കൈ പിടിക്കുന്നത് തിരിച്ചായിരിക്കണം, ഇങ്ങോട്ടായിരിക്കണം. അപ്പോൾ എന്ത് പറ്റും? നേരത്തെ ഉള്ളതിൻ്റെ ഓപ്പോസിറ്റ്. അതുകൊണ്ടാണ് നേരത്തെ കോമ്പസ് ആദ്യം ഇടത്തോട്ടും ബി ടു എ അപ്പം വലത്തോട്ടും തിരിഞ്ഞത്. കാരണം ആദ്യം ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായതെങ്കിൽ തിരിച്ച് കറണ്ട് പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഇങ്ങോട്ടായിരിക്കും ഫീൽഡ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ റൂള് 100% പരീക്ഷയ്ക്ക് ചോദിക്കും, ഗ്യാരണ്ടിയാണ്. എന്താണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂള്? ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന റൂളിൻ്റെ പേരാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. എന്താ പറയുന്നത്? ഇമാജിൻ ഹോൾഡിങ് എ കണ്ടക്ടർ വിത്ത് യുവർ റൈറ്റ് ഹാൻഡ്. വലത്തെ കയ്യിൽ ഒരു കണ്ടക്ടറിനെ പിടിക്കുന്നതായിട്ട് കണക്കാക്കുക. ഇൻ സച്ച് എ വേ ദാറ്റ് തമ്പ് പോയിന്റ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഇലക്ട്രിക് കറണ്ട്. തമ്പ് ഇലക്ട്രിക് കറണ്ട് ഡയറക്ഷനിൽ ഫ്ലോ ചെയ്താൽ ഫിംഗറുകൾ നമ്മൾ കേൾ ചെയ്യുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, ഫിംഗറുകൾ ഇങ്ങനെ ചുരുട്ടുന്ന ഡയറക്ഷൻ ഉണ്ടല്ലോ, ഈ ഡയറക്ഷനിലായിരിക്കും അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇതാണ് സംഭവം. ഇതാ ഇവിടെ നോക്കിക്കോ.
ഈ എക്സ്പെരിമെൻറ്റ് പറയുന്നത് നമ്മളൊരു പേപ്പർ എടുക്കുന്നു, അതിലൂടെ ഒരു ഹോൾ ഇട്ടിട്ട് അതിലൂടെ എന്ത് ചെയ്യുന്നു, നമ്മൾ കറണ്ട് കണ്ടക്ട് ചെയ്ത് വിടുന്നു. കണക്ട് ചെയ്ത കോപ്പർ വയർ ഇൻ വിത്ത് 9 വോൾട്ട് ബാറ്ററി, അറേഞ്ച് സ്മോൾ മാഗ്നറ്റിക് കോമ്പസസ്. ഇതിന് ചുറ്റും ഇതുപോലത്തെ മാഗ്നറ്റിക് കോമ്പസുകളൊക്കെ അറേഞ്ച് ചെയ്ത് വയ്ക്കുക. അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമ്മൾ കറണ്ട് ഓൺ ചെയ്യുന്ന സമയത്ത് ദ ഡയറക്ഷൻ ഓഫ് ദ നോർത്ത് പോൾ ഓഫ് ദ മാഗ്നറ്റ് നീഡിൽ നോട്ട് ചെയ്താൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, എല്ലാം ഒരു പ്രത്യേക ദിശയിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. When the current is from A to B, the direction does the north pole of the magnet deflect. A to B കറണ്ട് ഫ്ലോ ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടായിരിക്കും നമുക്ക് ഡിഫ്ലക്റ്റ് ചെയ്യുന്നത്, ഈ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ദിശയിലായിരിക്കും. അതായത് വലത്തോട്ടാണെങ്കിൽ, ക്ലോക്ക് വൈസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇവിടുത്തെ കേസിൽ ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ, എന്തോ ആയിക്കോട്ടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും B to A കറക്കുമ്പോൾ പോകുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. സോ നമുക്ക് ഇതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായി. എന്താണ്, A to B കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിന് ചുറ്റും ഇങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു, ഉണ്ടാകുന്നു. ഓക്കെ, തിരിച്ച് B to A ആണെങ്കിൽ, ഇത് ഇങ്ങനെ അങ്ങോട്ടായിരിക്കും ഫീൽഡ് ഉണ്ടാകുന്നത്. ഈ ഫീൽഡിൻ്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റൂളിൻ്റെ പേരാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഇന്നത്തേക്ക് ഇത്രയും മതി. ഇവിടെ വരെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഓക്കെ ആണല്ലോ. 3-4 സിമ്പിൾ പോയിന്റുകൾ, പക്ഷേ കോൺസെപ്റ്റുകൾ എപ്പോഴും നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. സോ ഇത്രയേ ഉള്ളൂ ഇന്ന്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വരാം.